ഒരു ഒരു ലൈക്ക് റിയലിസ്റ്റിക് സ്റ്റോറി ആണെങ്കിലും ഒരു കമേഴ്ഷ്യൽ രീതിയിലും നല്ല കോമഡി ടൈമിംഗ്, അതൊരു ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കോമഡി ടൈമിംഗ്. ആക്ഷനും കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടല്ല ചെയ്തല്ല, നാച്ചുറൽ ആയിട്ടുള്ള സീക്വൻസ്. പക്ഷേങ്കിൽ വളരെ നല്ല ടൈമിംഗ്, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാണാത്തവരെല്ലാവരും പോയി കാണണം, അഭിപ്രായം പറയണം. കണ്ട് എല്ലാം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലായതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് കോമഡിയും ക്യാരക്ടറും എല്ലാം സൂട്ട് ചെയ്യുന്നൊരു സൂപ്രസിദ്ധിക്ക് പടം. അത് ഒരു കോമഡി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് തുടക്കം കുറച്ച് ലാഗോടുകൂടി തുടങ്ങിയെങ്കിലും ജോണി ആൻ്റണിയുടെ എൻട്രിയോടുകൂടി പടത്തിൻ്റെ ലെവൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി മാത്രമല്ല, അതേപോലെ തന്നെ മുകേഷ്, ധ്യാൻ, ഇവരുടെ എല്ലാവരുടെയും കോംബോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ചെയ്യാത്തൊരു റോളാണ്, അതൊരു ഡോണിൻ്റെ ഒരു കഥാപാത്രമാണ് പുള്ളി ചെയ്തതാണ്. ആ പുള്ളിയുടെ കഥാപാത്രം മനോടുകൂടി പടത്തിൻ്റെ ലെവൽ അങ്ങോട്ട് മാറാണ്, ഫുൾ കോമഡി ട്രാക്കിലേക്ക് കൊണ്ട് മാറാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഇത് തന്നെ ഫുൾ കോമഡി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയില്ല, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും ഈ കോമഡി ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ പടത്തിൽ മെയിൻ ഗുണം ഇത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൽ അറ്റ്മോസ്ഫിയർ കണ്ടതിന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ആ സൗണ്ടൊക്കെ നല്ല കിടലായിട്ട് വരും. എന്തായാലും കൊള്ളാം. റിയലിസ്റ്റിക് സിനിമയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ എന്താ എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി ഉണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, ഡ്രാമയുണ്ട്, ആക്ഷനുണ്ട്, ഫൈനൽ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ. അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. കണ്ടവരും ആക്ച്വലി നല്ലപോലെ ചിരിക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് കൃഷ്ണ സാറിനെയൊക്കെ നമുക്ക് വേറെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു എന്താ പറയണ്ട ക്യാരക്ടറായിരുന്നു. പിന്നെ ധ്യാൻ്റെ ഒപ്പം മുകേഷ് ഏട്ടനും പഴയ ആ ഒരു കോമഡി ടൈമിങ്ങും എല്ലാം വെച്ചിട്ട് ശരിക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു സിനിമ. എല്ലാവരും കാണും. മുകേഷ് ചേട്ടനും ധ്യാൻ ചേട്ടൻ്റെ കൂടെയുള്ള സംഭവം വർക്കായിട്ടുണ്ട്, നല്ല ഫണ്ണൊക്കെ വർക്കായിട്ടുണ്ട്. അവർ മൂന്നേരം കോമ്പിനേഷൻ നല്ലോണം വർക്കായിട്ടുണ്ട്. ഒരു ഫണ്ണ് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ധ്യാൻ ചേട്ടനെ എപ്പോഴുള്ളതിനെക്കാട്ടും ഒരു ബെറ്ററായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് തോന്നി. നല്ല സമയം ഇത് തന്നെ. ഇതിൽ ചെറിയൊരു ഭാഗമാകാൻ പറ്റി. പുതിയ പ്രൊജക്റ്റ് ആസാദി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, ശ്രീനാഥ് ബാസിയുടെ പടം വരാറുണ്ട്. വേറൊരു അപ്പാനിശാരത്തിൻ്റെ പ്രൊജക്റ്റ്. ആ പടം നല്ല പടമാണ്, നമുക്ക് കണ്ടിരിക്കാവുന്ന പടമാണ്. കുഴപ്പമില്ല. ധ്യാൻ ശ്രീനിവാസാണെങ്കിലും മന്ത്ര, അപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഫാമിലി ഓഡിയൻസ് ആയിരിക്കും. കണ്ടിരുന്നിടത്തോളം നല്ല മൂവിയായിട്ടാണ് തോന്നിയത്. എസ്പെഷ്യലി അതിൻ്റെ ക്യാമറ ഒക്കെ നന്നായിട്ട് കളറിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തോന്നി. ഇതൊരു നടന്ന കഥയാണെന്നാണല്ലോ പോസ്റ്ററിൽ പറയുന്നത്. അതേപോലെ തന്നെ നല്ലൊരു കഥയാണ്. നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഇങ്ങനെയുള്ളൊരു ഇത് പറ്റാറുണ്ട്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കാശുണ്ടാക്കാമെന്നുള്ള അങ്ങനെ നല്ലൊരു മെസ്സേജാണ്. അങ്ങനെ ആരും പോകരുത് എന്നാണ് ഈ പടം കണ്ടു കഴിച്ചപ്പോൾ മനസ്സിലായത്. നല്ല തിയറി, നല്ല ഗുഡ് മൂവി. ഇത് പബ്ലിക്കിനെ ഇങ്ങനെ അവയർനെസ്, റിയൽ സ്റ്റോറിയാണല്ലോ, നല്ലപോലെ അയച്ചിരിക്കുന്നു. താങ്ക് യു.